മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ എന്താ പറയുക, കുറച്ച് സമയം നമ്മൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ പിന്നെ ഇച്ചിരി ഡള്ളാവും. ലൈക്ക് മൂൺ, ഡാർക്ക് മൂൺ ആൻഡ് ഫുൾ മൂൺ എന്ന് പറയുന്ന പോലെ ആ ഒരു എനർജി നമ്മളിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് വലിയ ടോപ്പിക്കൊന്നും ഇല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ചുമ്മാ ഫുൾ എനർജി വീക്കായിട്ട് ഡള്ളായിട്ടുണ്ടാവും. മൂൺ എനർജി. ആൻഡ് ഓൾസോ മൂൺ എനർജിയകത്ത് വരുന്നത് നമ്മൾ ടോക്സിക് പീപ്പിളിനെ ശ്രദ്ധിക്കണം. നമ്മൾ ചുറ്റുപാടുമുള്ള ഈ മൂൺ എനർജി വരുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുക, കുറച്ചൊരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈവിളായി അങ്ങനത്തെ കണക്റ്റഡ് ഉണ്ട്. സോ അപ്പം ടോക്സിക് പീപ്പിൾസിനെ ശ്രദ്ധിക്കണം, ഈവിളായി ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഡു വൺ തിങ്, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തെ എന്തായാലും കുറച്ച് എനർജി കുറച്ച് ഡൗൺ ആകുമ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തിട്ട് സിങ്കിൻ്റെ അകത്ത് അങ്ങ് ഇട്ടാൽ മതി. അപ്പം ആ ഒരു നെഗറ്റീവ് എവിടുന്നെങ്കിലും ഒരു നെഗറ്റീവ് ഒരു ഈവിളായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഡൗൺ ആവുന്നത്. അപ്പം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇച്ചിരി ഉപ്പ് എടുക്കുക, ജസ്റ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക, കിച്ചൺ സിങ്കിൻ്റെ അകത്ത് വയ്ക്കുക, കൈ കഴുകുക. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ആ ഒരു നെഗറ്റീവ് ഈവിളായി അങ്ങ് പോകും. ആൻഡ് ഇന്നത്തെ വേറെ ബ്ലോക്കേജ് ആയിട്ട് വരുന്നത് ജസ്റ്റിസ് കാർഡാണ് ബ്ലോക്കേജ് അയച്ച് വന്നത്. കണ്ടമാനം മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കണ്ട. ചില ആൾക്കാർ അഭിപ്രായം പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കില്ല. ചിലപ്പോൾ ചില ആൾക്കാർ നമ്മൾ അഭിപ്രായം ചോദിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് കയറി ഇങ്ങനെ അഭിപ്രായം പറയും, ഒരു കാര്യമില്ലാണ്ട്. അത് നമ്മളെ വീക്കാക്കാൻ വേണ്ടി ചെയ്യുന്നത്. സോ അങ്ങനത്തെ അനാവശ്യ ടോക്കുകൾ മനസ്സിലെടുക്കണ്ട, വിട്ടാളി. പറയുന്ന അഭിപ്രായങ്ങളൊന്നും ആത്മാർത്ഥമായിട്ടല്ല. നമ്മളെ സഹായിച്ച ആൾക്കാരുടെ അഭിപ്രായങ്ങളും വാക്കുകളും മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മളെ ഒട്ടും എന്താ പറയുക പരിഹരിച്ച് ചിരിച്ച ആൾക്കാരെ അഭിപ്രായമൊന്നും ജീവിതത്തിൽ ഒരിക്കലും എടുക്കരുത്. അത്ര നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവർ സഹായിക്കും. അല്ലാത്ത സമയത്ത് വന്നിട്ട് സ്നേഹം കാണിക്കാൻ വേണ്ടി അഭിപ്രായം പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ വാക്കൊരിക്കലും എടുക്കരുത്. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ചുമ്മാ വെറുതെ അവർ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രഹസനം മാത്രമാണ്. ആൻഡ് യൂണിവേഴ്സൽ ഗൈഡൻസ്, നൈറ്റ് ഓഫ് കപ്പ് എന്നുള്ള കാർഡ് ഇസ് എ വെരി ഗുഡ് കാർഡ്. നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ച് അപ്സ് ആൻഡ് ഡൗൺ, ഇമോഷണലി അപ്സ് ആൻഡ് ഡൗൺ ആണെങ്കിലും ഇന്നത്തെ മൊത്തം നോക്കുമ്പം സംതിങ് ന്യൂ ഇമോഷൻ ഇസ് വെയിറ്റിംഗ് ഫോർ യു. നല്ലൊരു ഇമോഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ആർ ഗോയിങ് ടുവേർഡ്സ് ദാറ്റ്. ആ ഒരു ഇമോഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഇറ്റ്സ് എ ഗുഡ് കാർഡ്. വെള്ളക്കുതിര എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിവൈൻ എനർജി ഉള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വരുന്നൊരു ഇമോഷനായിട്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ ഒരു സ്നേഹബന്ധമോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആരെങ്കിലും വന്ന് നമുക്കൊരു പാർട്ട്ണർഷിപ്പായിട്ട് ബിസിനസ് തുടങ്ങിയാലോ എന്തെങ്കിലും ഇമോഷണൽ വൈസായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന കാര്യം വളരെ നല്ലതായിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഡിവൈൻ ഗൈഡൻസ് ഉള്ള കുതിരയാണ്. കുതിരപ്പുറത്താണ് നിങ്ങളുള്ളത്. അപ്പോൾ കുതിരപ്പുറത്ത് പോകുമ്പോൾ കുതിര നിങ്ങൾ നല്ലതിലേക്ക് ഗൈഡ് ചെയ്യും, മോശത്തിലേക്ക് ഗൈഡ് ചെയ്യുക. പക്ഷെ എന്ത് ചിന്തിക്കുക, അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കാണ്ടിരിക്കുക. മൂൺ എനർജി ഈവിളായി ഉണ്ടാവും, അത് നിങ്ങൾ ക്ലെൻസ് ചെയ്യണം. സോ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വേറെ വീഡിയോ കാണാം. ഹിമാലയ.